ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. അപ്പോൾ ഇന്ന് എനിക്ക് മൂത്ത മോളെ കൊണ്ട് എനിക്കൊന്ന് ലാബിൽ പോകേണ്ട ആവശ്യമുണ്ട്. അവളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെറിയ ആളെ വീട്ടിൽ ഒതുക്കി പിടിച്ചിരുത്തലാണ് ഫസ്റ്റത്തെ ടാസ്ക്. രണ്ടുപേരും കൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ ഞാൻ ഇവളവിടെ ഒരുക്കി നിർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവളെ കാണാതെ പോയി. അതിൻ്റെ വീട്ടിൽ കുറേ കാര്യമെന്നൊക്കെ ഉമ്മ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും അനിയത്തിയും മൂത്ത മോളും കൂടി വന്നു. ഓങ്ങല്ലൂർ നിർണയിലാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അനിയത്തി അവളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പട്ടാമ്പി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾക്ക് പനി വന്നപ്പോൾ ഒരു തവണ ടെസ്റ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് അവൾക്ക് കൗണ്ട് കുറവാണ്, ഒരുപാടൊന്നുമില്ല. ടാബ്ലറ്റ് ഒരു ദിവസം എന്ന രീതിയിൽ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വന്നതാണ്. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പം അവൾക്ക് കഴിഞ്ഞ തവണ വെച്ചപ്പോൾ വേദന ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബോൾഡായിട്ട് ഇരിക്കുമായിരുന്നു. പ്രാവശ്യം വെച്ചപ്പോൾ നന്നായിട്ട് വേദനിച്ചു തോന്നുന്നു. നന്നായിട്ട് കരഞ്ഞിരുന്നു. അവൾ കരയുമ്പോൾ അവളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് നേഴ്സ് ഇന്നലെ സ്കൂളിൽ പോയില്ലേ, നിനക്ക് നീ എത്രയിലാണ് പഠിക്കുന്നത്, നല്ലോണം വേദനിച്ചു എന്നൊക്കെ ചോദിക്കുന്നത്. കരഞ്ഞുകൊണ്ട് റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. അവളെ ശ്രദ്ധ തിരിഞ്ഞൊന്നുമില്ല. അവളെ ശ്രദ്ധ മുഴുവനും ആ ഇഞ്ചക്ഷനിലായിരുന്നു. പിന്നെ അവളൊന്ന് ഓക്കെ ആയി. എൻ്റെ ബ്ലഡിൻ്റെ കളർ എന്താ എങ്ങനെയെന്നൊക്കെ ചോദിച്ചു. മുറിയാകുമ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊക്കെ ചോദിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സമയത്ത് തന്നെ അവളോട് ഇങ്ങനെ ചോദിച്ചു, എന്നിട്ട് വേദനിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇന്നലെ എത്ര വേദന ഉണ്ടായിരുന്നില്ല, അന്ന് ഭയങ്കര വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സാരല്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് പിന്നെ ഡോക്ടറൊക്കെ കണ്ട് വീട്ടിലെത്തി. അപ്പോൾ അവൾക്ക് കഴിഞ്ഞ തവണ 1:36 ഉള്ളത് ഇപ്രാവശ്യം 1:26 അപ്പോൾ പേടിക്കാനൊന്നുമില്ല. ടാബ്ലറ്റ് 2 നേരം ആക്കി തന്നിട്ടുണ്ട് പറഞ്ഞു. പിന്നെ കൗണ്ട് കൂടാൻ വേണ്ടിയിട്ട് അതിനുള്ള ഫുഡ് ഐറ്റംസും ഫ്രൂട്ട്സ് ഐറ്റംസും ഒക്കെ കഴിച്ചാൽ മതി പറഞ്ഞു. പിന്നെ ഡെങ്കിപ്പനി കൂടി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാരണം അതുകൂടി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നെഗറ്റീവായിരുന്നു, കുഴപ്പമില്ല, ഒരുപാട് കുറവൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുന്ന സമയമായി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കഴിഞ്ഞാൽ ഒട്ടും അടങ്ങി കിടക്കൂല കേട്ടോ. അപ്പം ഒതുക്കി പിടിച്ച് അവിടെ കിടത്തിയുറക്കുകയൊക്കെ ചെയ്തു. മൂത്താൾക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കിവി, അതേപോലെ തന്നെ പപ്പായൻ്റെ ഇല ജ്യൂസ് അടിച്ച് കൊടുക്കുക, അനാറ്, അങ്ങനത്തെ ഐറ്റംസാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മുസമ്പി എന്തിനാണ് കൊടുക്കാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവൾ വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതൊക്കെ കുറവാണ്. അപ്പോൾ വെള്ളം കുടിക്കുന്നതിന് കുറവാണെന്ന് പറഞ്ഞതാ തോന്നുന്നുണ്ട്. പിന്നെ ക്ഷീണത്തിനും നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ അത് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നു. അപ്പോൾ വന്ന പാടെ തന്നെ അവൾക്ക് ഞാൻ അനാറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെടുത്തിരുന്നു. അതിനിടയ്ക്ക് ഒരുപാട് തവണ ഒന്ന് ചോദിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുത്തിയൊക്കെയായിരുന്നു. അങ്ങനെ ഞാനത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിനിടയിൽ അവരിവിടെ പണിക്കാരുണ്ട്. തെങ്ങിൻ്റെ ചുവട് തടെടുക്കാനൊക്കെ വേണ്ടിയിട്ട്, പിന്നെ ചപ്പിടാനും അതേപോലെ തന്നെ തോല് വെട്ടിയിടാനൊക്കെ ഉള്ള സമയമാണല്ലോ. അപ്പോൾ അങ്ങനെ പണിക്കാരുണ്ട്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ വർത്താനം പറഞ്ഞിട്ടൊക്കെ അവരെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാനിതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് 1-2 പേർക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ, ഒരുപാട് ഉണ്ടാക്കുന്നൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാതെ വരും. അപ്പോൾ അതിനാണ് അത് പ്രത്യേകം പറയുന്നത്. അപ്പോൾ അതവിടെ ജ്യൂസൊക്കെ റെഡിയാക്കി ഇങ്ങനെ എടുക്കുകയാണ് ഞാൻ. അപ്പം നിങ്ങൾക്ക് തോന്നിയതിനിടയിൽ ഞാൻ വെള്ളം എന്തിനാണ് ഒഴിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഒരുപാട് പുളിയിൽ ഇവർ കുടിക്കൂല, കുറച്ച് വെള്ളം ഒഴിക്കും. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത് കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ അറിയാൻ വിട്ടു. അങ്ങനെ 2 ഗ്ലാസ് കൂടെ അവർക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മൂത്ത ആൾക്ക് ഞാൻ അത് കൊടുത്തു. അവളെ അവിടെ ഇരുന്ന് കുടിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ അവളവിടെ ഇരുന്ന് കുടിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ചെറിയ ആൾ വീണ്ടും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ വിളിച്ചപ്പോൾ അവൾ ഓടി വരികയാണ്. ഓടി വന്ന പാടെ അവൾ വായിലേക്ക് വേഗം വെച്ച് കുടിച്ചു. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ബിസ്മി ചൊല്ലിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചെറുക്കാട്ടോ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഇവിടെ വന്നിരുന്നു. പണിക്കാർ ഏകദേശം പോകാനുള്ള സമയമായിട്ടുണ്ട്, 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് അങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഡ്രസ്സ് ഊരണമെന്നൊക്കെ ചോദിക്കുകയാണ്, ഡ്രസ്സ് എന്താ ഇടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവരവരുടെ പണി ഡ്രസ്സ് ഊരിയിട്ട് വരുമ്പോൾ ഇട്ട ഡ്രസ്സ് ഇട്ടിട്ട് പോണേന് ചോദിക്കുകയാണല്ലോ, ഒരു കൗതുകം കൊണ്ട് ചോദിക്കാവും. അങ്ങനെ അവർ പോകുന്നതൊക്കെ നോക്കിയിട്ട് നാളെ വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരെന്താ ചെയ്തെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ അപ്പോൾ എല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഉണ്ട്. ഇതിലേക്ക് തോല് വെട്ടിയിടും, അതേപോലെ തന്നെ ചപ്പൊക്കെ ഇട്ട് നിറക്കും. എന്നിട്ട് അത് വളമൊക്കെ ഇട്ടിട്ട്
കൊണ്ട് തൂർക്കും, ആ ഒരു കൊണ്ട് തൂർക്കും. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതാ കുറേയൊക്കെ ഇനി നാളെ ചെയ്യാനുള്ള പണികളാണ്. ഇതാ അറ്റം വരെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ആ കാണുന്ന ആ മതിലുണ്ടല്ലോ, ആ മതിൽ വരെയാണ് ഞങ്ങളെ സ്ഥലമാണ്. അവിടേക്കൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ വലിയ ലെങ്ത് ഒന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ.